വെൽക്കം ബാക്ക് ടു ഓൾ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് കണ്ടെത്താമെന്നും അതിൽ നിന്നും എങ്ങനെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ചാർട്ടിൽ പോയി നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് വാലിഡ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതായിരിക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഒരു MSS ഉണ്ടാവും. ആ ഒരു MSSന് ഒരു OB ഏരിയ ഉണ്ടാവും. കാരണം ഒരു മാർക്കറ്റ് ഒരു MSS ഒരു ബൈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിലായിരിക്കും അടുത്തൊരു OB എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, ആ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് പോകേണ്ടതിന് പകരം എന്ത് ചെയ്യണം, ആ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. സോ ആ ഒരു OB എന്തായി മാറും, ഒരു BB ആയി മാറും, മീൻ ഒരു ബ്രേക്ക് ബ്ലോക്കായിട്ട് മാറും. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റണം, ഒരു FVG കൂടെ ഫൈൻഡ് ചെയ്യണം. ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു FVG കൂടെ ഫൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പേഴ്സണലായിട്ട് അതിനൊരു വാലിഡ് ബ്രേക്കർ ബ്ലോക്കായിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്താണ് ഒരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് അല്ലാതെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിംഗ് നിന്ന് ഒരു എൻട്രി നോക്കിയിട്ട് ഒരു ഓൾമോസ്റ്റ് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഹൈയിലായിട്ടൊരു സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്തിട്ട് ഒരു 1:2 ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു ബ്രേക്കർ ബ്ലോക്കിൽ ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി നോക്കുന്നതെന്ന്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിനി ചാർട്ടിൽ പോയിട്ട് ഇത് ലൈവായിട്ട് എങ്ങനെയാണ് വർക്ക് ആയതെന്ന് ഞാൻ കാണിച്ചു തരാം, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 1 ഹവറിൽ അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്ക് ചെയ്യണം. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഹൈ അവിടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഹവറാണ്. നിങ്ങൾക്ക് ഏത് ഹൈ ടൈം ഫ്രെയിം വേണം അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ലോ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത് പഠിച്ച കാര്യങ്ങൾക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. എന്തൊക്കെ വേണം, ഫസ്റ്റ് ഒരു MSS വേണം. ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു MSS ഉണ്ട്. സോ ആ ഒരു MSSന് തൊട്ടുമ്പോൾ ബിയറിഷ് ക്യാൻഡിൽ, ഇപ്പം ബുള്ളിഷ് സിനാരിയോ ആണെങ്കിൽ ആ ഒരു ബിയറിഷ് ക്യാൻഡിലായിരിക്കും എൻ്റെ OB എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു OB മാർക്ക് ചെയ്തു. അതിനെ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്, ആ ഒരു OB ടാപ്പ് ചെയ്ത ശേഷം മുകളിലോട്ടാണ് പോകേണ്ടത്, കാരണം അതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു OBയെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. സോ അതൊരു BB ആയി മാറി. ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു FVG കൂടെ ഫൈൻഡ് ചെയ്യണം. ആ ഒരു BBക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആ BBയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു FVG കൂടെ ഫൈൻഡ് ചെയ്യണമെന്ന്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റിന് ആ ഒരു OB ക്രിയേറ്റ് ചെയ്ത് ആ ഒരു BB ക്രിയേറ്റ് ചെയ്ത് നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു FVG കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു BBയുടെ ഓപ്പണിംഗ് തന്നെ എൻട്രി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ആ ഒരു BBയുടെ ഹൈയിൽ വെച്ച് ഒരു 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഇതൊരു ബിയറിഷ് അല്ലേ, നമ്മൾ നോക്കിയാൽ ഒരു ബുള്ളിഷ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്, ലിക്വിഡിറ്റി സ്വീപ്പ്. ഇവിടെ 1 ഹവർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഒരു 1 ഹവറിൻ്റെ ലോ ഉണ്ട്. സോ ഞാൻ ഡ്രോ ചെയ്തു, മാർക്കറ്റിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 5 മിനിറ്റ്സിലോട്ട് പോയിട്ട് ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം നമുക്ക് അവിടെ നിന്ന് എങ്ങനെ റിയാക്ഷൻ തന്നെയെന്ന്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആ ഒരു മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മുകളിൽ നിന്ന് നല്ലൊരു താഴത്തൊരു ഫോളാണ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫോളിന് വേണ്ടി അവിടെ എന്താണ് ഒരു MSS ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു MSSന് സഹായിച്ച ഫസ്റ്റ് ആ ഒരു ബിയറിഷിലെ OB എന്താണ്, ബിയറിഷ് OB എന്താണ്, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. ആ ഒരു ബിയറിഷിൻ്റെ ഇടയിൽ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഇവിടെ നമുക്ക് എന്താണ് രണ്ടൊരു ബുള്ളിഷ് ക്യാൻഡിലുണ്ട്. സോ നമുക്ക് ഇത് വലുതായിട്ട് തന്നെ ഇതെടുക്കാം. ഓക്കെ, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എടുത്തു. സോ അതായിരിക്കും എൻ്റെ OB. ശേഷം മാർക്കറ്റ് എന്താണ് അവിടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു, ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം സ്ട്രോങ് ആയിട്ട് ആ ഒരു OBയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റി, ഒരു FVG കൂടെ. എന്തൊക്കെ വേണം, നമുക്കൊരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് ആണെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു OB ബ്രേക്ക്, അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു FVG. സോ ഇവിടെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു ലിക്വിഡ് സ്വീപ്പ് കിട്ടി. ശേഷം ആ ലിക്വിഡ് സ്വീപ്പ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു OBയെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ബ്രേക്ക് ചെയ്തു. ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നല്ലൊരു FVG ഫൈൻഡ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു FVGയുടെ ഓപ്പണിങ്ങിൽ തന്നെ എൻട്രി നോക്കിയിട്ട് ആ ഒരു FVGയുടെ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിൽ എൻട്രി നോക്കിയിട്ട് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് അവിടുന്ന് നല്ലൊരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏത് ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യും. ഹൈ ടൈം ഫ്രെയിം നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ലോ ടൈം ഫ്രെയിമിൽ ഏതിൽ വേണം നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു മാർക്കറ്റ് ആ ഒരു MSS ക്രിയേറ്റ് ചെയ്യുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു. ആ ഒരു MSS ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഒരു ലോ ഉണ്ട്, അതായിരിക്കും അതിൻ്റെ OB. ശേഷം മാർക്കറ്റ് ആ OBയെ ബ്രേക്ക് ചെയ്ത് ഒരു BB ആക്കുന്നു. BB വാലിഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു FVG കൂടെ വേണം. നമുക്ക് ആ ഒരു FVG കൂടെ ഫൈൻഡ് ചെയ്യുന്നു, BBയിൽ നിന്ന് എൻട്രി എടുക്കുന്നു, 1:2 ടാർഗറ്റ്. എങ്ങനെയാണ് ഒരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് കണ്ടെത്തി അതിൽ എൻട്രി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ കാണുക മാത്രമല്ല, ചാറ്റിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സാണ്ടിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും നമ്മളൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.